പച്ച ഈത്തപ്പഴം വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു 1/4 കിലോ പച്ച ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പൊളിച്ച് ഇതിനുള്ളിലെ കുരു കളഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഈത്തപ്പഴവും ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ അച്ചാറൊന്നും പെട്ടെന്ന് ചീത്തയാവില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എൻ്റെ ഈ മുളക് പൊടിക്ക് അധികം എരിവില്ല, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം പൊടി. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ചവർപ്പ് ഉണ്ടാവും. ഒരച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിരുന്നു. ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇച്ചിരി ലൂസ് പോലെ തോന്നും, പക്ഷെ ഇതിൻ്റെ ചൂട് പോയാൽ ഇതൊന്ന് കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി ഇത് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം മാത്രം ഇതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഗ്ലാസ് ബോട്ടിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ബോട്ടിലിൽ വെള്ളമയം ഒട്ടും ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം.